എന്താടാ ഇങ്ങനെ എന്തായാലും അസുഖമുണ്ട്. ഇങ്ങനെ ആരോടും മിണ്ടുന്നില്ലേ? അതാ അത് അയാൾ ബുദ്ധിജീവിയാണടാ. ഞാൻ ഒരു സംശയം ചോദിക്കട്ടെ, എന്താണ് ബുദ്ധിജീവി? എടാ അത് നമ്മുടെ മനുഷ്യനിൽ പെട്ടത് തന്നെ ഒരു പ്രത്യേക ജീവികളാണ് ഇവര്. ഇവർക്ക് കുറെ പ്രത്യേകതകളുണ്ട്. അതായത് ഒന്ന് കുളിക്കില്ല, പല്ലി വെക്കില്ല, പിന്നെ ഒരു ഡ്രസ്സ് ഇട്ടാ അത് ഏതാണ്ട് ഒരു മാസമെങ്കിലും കുറഞ്ഞതിടും. എന്നിട്ട് അതിൽ നിന്നൊരു വാട വരണം. നമ്മൾ അടുത്തോടെ പോയി ഒരു വാട ഉണ്ടാവും. പിന്നെ ഇവര് എല്ലാ മാസവും കൃത്യമായിട്ടൊരു ഊള പോസ്റ്റ് ഇടും ഫേസ്ബുക്കിൽ. ഭയങ്കര സംഭവം സാഹിത്യമൊക്കെ എഴുതിയിട്ട്. ഇനി വേറൊരു സംഭവം ഞാൻ പറയട്ടെ. ഇപ്പൊ നമ്മൾ എവിടെയെങ്കിലും ഒരു കവലയിൽ നമ്മളെ പരിചയമുള്ള ഒരാളെ കണ്ട് നമ്മൾ അയാളെ പേര് വിളിക്കുമ്പോൾ അയാള് എങ്ങനെ പ്രതികരിക്കും? നീ ഇപ്പൊ എന്റെ പേരൊന്ന് വിളിച്ചേ, രതീഷ, ഇങ്ങനെയല്ലേ നമ്മൾ ഇടപെടണേ? പുള്ളിയെ ഞാൻ ഇപ്പൊ വിളിക്കാം, ഒന്ന് നോക്കിക്കോ. രാഘവേട്ടാ, രാഘവേട്ടോ, കണ്ട, ഇത്രേ ഉള്ളൂ. ഇതാണ് സംഭവം. എന്തെങ്കിലും ഒരു കാര്യത്തെ കുറിച്ച് അങ്ങനെ ആലോചിച്ചിരുന്ന പിന്നെ അത് തന്നെ ആലോചിച്ച് അങ്ങനെ നിൽക്കും. ഇപ്പൊ അങ്ങോട്ട് നോക്കി ഇങ്ങനെ നിന്നല്ലേ ഇപ്പൊ വലിക്കുന്നത്. ഈ സൂര്യന്റെ പ്രകാശം ഈ ചെടികളിലൊക്കെ അടിക്കണില്ലേ, ഈ മരങ്ങളിലൊക്കെ, അത് എങ്ങനെ തടയാം എന്നുള്ളതിനെ കുറിച്ചായിരിക്കും ഇപ്പൊ ആലോചിക്കുന്നത്. പിന്നെ ഇങ്ങനെയുള്ള ടീമുകളുടെ ഒരു ഗുണം എന്താണെന്നറിയുമോ? കുടുംബത്തെ കുറിച്ചോ കുട്ടികളെ കുറിച്ചോ ബാക്കി ജീവിത ചെലവിനെ കുറിച്ചോ ഒന്നും ചിന്ത വേണ്ട, ഒരു ടെൻഷനും ഇല്ല. അത് ഇങ്ങനെ വലിച്ചു വലിച്ചു നിന്നാ എന്തുണ്ട്? നല്ല വിഷയം കണ്ട ഇങ്ങനെ കണ്ടു കണ്ട് നിക്കാ. നമ്മുടെ പ്രദേശം ആകെ നശിക്കാണ് കേട്ടാ. അത് നശിക്കും. ഇങ്ങനെ ഉപയോഗമില്ലാത്ത നാടിന് ഉപയോഗമില്ലാത്ത കുറെ പേരുണ്ടെങ്കിൽ എപ്പൊ നശിച്ചെന്ന് ചോദിച്ചാൽ മതി. അത് വിട, അതല്ല ഞാൻ പറഞ്ഞത്. നമ്മുടെ സിദ്ധനില്ലേ, സത്യൻ സിദ്ധൻ, പഴയ പോലെ എല്ലാ കാര്യങ്ങള് എന്തെങ്കിലും പ്രശ്നമുള്ളതായിട്ട് പറഞ്ഞാലേ അവിടെ ഈ ഇടയായിട്ട് കുറച്ച് അലമ്പുകൾ നടക്കുന്നുണ്ട്. അസമയത്തും രാത്രിയും പകലും ഒന്നുമില്ലാതെ ആളുകൾ വരിക, അന്യ സംസ്ഥാനക്കാർ വരെയുണ്ട്. പിന്നെ ആ റോട്ടിൽ മുഴുവൻ കാറുകളാണ്, വലിയ വലിയ വില കൂടിയ കാറുകൾ പാർക്ക് ചെയ്തിട്ടേക്കണം. അവിടെ ബ്ലോക്കാണ്. ഇതെന്താ സംഭവം എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്നലെ ചെന്നൊന്ന് എത്തി നോക്കി. എന്നിട്ട് അതെ, നഗ്നപൂജ വരെ നടക്കണ്ടെന്നാ കേട്ടത്. ഞാൻ ഇന്നലെ ചെന്ന് നോക്കി. എന്നിട്ട് ഞാനിങ്ങനെ ഭാഗത്തുനിന്ന് ഇങ്ങനെ നോക്കിയപ്പോഴേക്കും എന്തോ പുകയും ബഹളവും ഒക്കെ വന്ന് അങ്ങോട്ട് മൂടിപ്പോയി. ശരിക്കും അങ്ങോട്ട് കാണാൻ പറ്റില്ല. പക്ഷെ അലമ്പുണ്ട്. രാത്രിയാകുമ്പോ അട്ടഹാസം, കൊരവ, നിലവിളി, കേട്ടക്കാൻ പറ്റണില്ല എന്ന് പരിസരത്തെ ആളുകൾക്ക്. എടുപിടി എന്ന് പറയുന്നത് നമ്മൾ കയറി ഒന്നും ചെയ്യാൻ നിൽക്കരുത്. കാരണം വിശ്വാസികളായ കുറെ ആൾക്കാരുള്ളതാണ്. അവർ നമ്മളെ കുത്തിന് പിടിക്കും. അതുകൊണ്ട് നമുക്ക് ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. അതിലിപ്പോ എങ്ങനെ ചെയ്യണമെന്നാ മന്മഥന്റെ ഒരു തീരുമാനം? നമുക്കിത് പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെടാം. അവര് വന്ന കാര്യങ്ങൾ അന്വേഷിക്കണം. അവരന്വേഷിക്കുമ്പോ അവിടെ എന്താ നടക്കണേന്ന് ജനങ്ങൾ അറിയട്ടെ. നമ്മുടെ കൺമുമ്പിൽ ഈ അന്ധവിശ്വാസവും അനാചാരവും അനുവദിക്കാൻ പറ്റില്ല. അന്ധവിശ്വാസത്തെ കുറിച്ച് ഞാൻ ഫേസ്ബുക്കിൽ ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. അത് വായിച്ചിരുന്നോ? തുടങ്ങി. അതൊന്നും വായിക്കാൻ നേരം കിട്ടിയില്ല. അതേ, നമ്മുടെ സിദ്ധനില്ലേ, സത്യൻ, അവിടെ ഇത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പേ പുള്ളിക്കെതിരെ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കണമെന്നാണ് മന്മഥേട്ടൻ പറയണ. എല്ലാവർക്കും യുക്തി എന്ത് ശാസ്ത്രബോധവും വേണം, അല്ലാണ്ടാവില്ല ഇതൊന്നും. അത് നമുക്ക് പോണ വഴി വളർത്തിയെടുക്കാല്ല. കൂടി വാ, ഒരു ഗമക്ക് ഇരിക്കട്ടെ. കിണർ ഇതല്ലേ പറഞ്ഞത്? ഈ കിണറിന്റെ അടുത്തല്ലേ പറഞ്ഞേ? അതെ, ഇവിടെ ഒരു സിദ്ധന്റെ വീടില്ലേ, സത്യശീലൻ, എവിടെ? ഇവിടെയാണോ? ശരിക്കും പേടിയാവണ ഒരു വീടാട്ടോ. ശീതളായിട്ട് എന്തിനാ ഇങ്ങനെ പേടിക്കണേ? അല്ല, ഒരു നോക്കൂ, നല്ല കഴിവുള്ള സിദ്ധനാ, സന്താന സൗഭാഗ്യം ഉറപ്പാ. എനിക്ക് അതല്ലേ, ഈ ഓരോ വാർത്തകൾ കേൾക്കുമ്പോ ഒന്നാമത് ആവശ്യമില്ലാത്ത വാർത്ത കണ്ടിട്ടില്ല. അത് പൂജയാണ് ശീതളേട്ടാ. എന്ത് പൂജയത്? ആൾക്കാർ നല്ല വിളിക്കണതോ? അത് പലതരത്തിൽ പല ബാധ ഒഴിപ്പിക്കലായിരിക്കും.
പോവാ. പോവാ നമുക്ക് പോവാ. എന്തിനു നമ്മളിവിടെ നിക്കണേ? പൂജയാണ്. എന്ത് പൂജയത്? അത് നമുക്കറിയോ, സിദ്ധനല്ലേ അറിയുള്ളൂ. ശീതളേട്ടൻ ഒന്ന് പ്രാർത്ഥിച്ചോണ്ട് നിക്ക്. എനിക്ക് പേടിയായിട്ട്. പേടി മാറ്റാൻ എന്തെങ്കിലും പൂജ ഉണ്ടോന്ന് ഞാൻ ചോദിക്കാം സിദ്ധനോട്. വരുന്നുണ്ട്. എന്താ പറഞ്ഞല്ലോ അവിടെ ഇരിക്കുക. എനിക്ക് പറ്റില്ലേക്ക്. എന്താ ശീതളേട്ട സന്താന സൗഭാഗ്യം ഉണ്ടാകും? എന്തിനിങ്ങനെ സൗഭാഗ്യം കിട്ടണേ? അടിക്കുക ചെയ്യണത് അയാള്. ഒന്നുമല്ല, എന്തായാലും നമുക്ക് കണ്ടിട്ട് പോയാ മതി. എനിക്ക് കൈയും കാലും നിറയ്ക്കണം. മിണ്ടാതിരിക്കാമോന്ന് ഒരു പേടിയായിട്ട് ഇറങ്ങിയിരിക്കാം. ഇതെന്ത് മന്ത്രവാദം? ഇത് മന്ത്രവാദമൊന്നും അല്ല. അതെ, ചെരുപ്പഴിക്ക്. അമ്പലത്തിലൊക്കെ കേറും പോലെയാണ്. ശീതളായിട്ട് നല്ല മനസ്സോടുകൂടി വരണം. നല്ല മനസ്സൊക്കെ ഉണ്ട്. ഇങ്ങനെ വെച്ചെങ്ങനെ നമ്മള് ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. അവിടെ പോയി ആവശ്യമില്ലാത്തൊന്നും പറയരുത്. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പോയി പറയരുത് എന്ന് അവിടുന്ന്. നീ തുറക്കോ? എവിടേക്ക് നീ പോണേ? നീ എവിടെ ഇരിക്കുന്ന? സിദ്ധനെ കാണണ്ടേ? അവര് വന്ന് വിളിക്കട്ടെ. അവരങ്ങനെ വന്ന് വിളിക്കുവോ? വിളിക്കാച്ചാ പോയാ മതി. ഇല്ലെങ്കിൽ നമുക്ക് വീട്ടിലേക്ക് പോവാലോ. ശീതളേട്ടൻ എന്താ? നമ്മള് സിദ്ധനെ കാണാനല്ലേ വന്നത്.
എന്നാലും ഇങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് നമ്മൾ എന്ത് ധൈര്യത്തിലാ പോണേ? ശീതളായിട്ട് ആദ്യം ഒന്ന് വിശ്വസിക്ക്. സിദ്ധനെ കണ്ടാൽ ഞാൻ ഗർഭിണിയാകും. പണ്ടൊക്കെ വിശ്വാസം ഇല്ലാണ്ടല്ലോ, ഇങ്ങനൊക്കെ ഓരോരോ വാർത്തകൾ കേൾക്കുമ്പോഴേ. ആവശ്യമില്ലാത്ത വാർത്ത കേൾക്കണ്ട, ഒന്ന് ഇവിടെ ഇരിക്കി. ഇങ്ങനെ ഒരു പേടിത്തോണ്ടനെ കൊണ്ടാണല്ലോ ഞാൻ ഇറങ്ങിയത്. ഇയാളെ കണ്ട എന്റെ ശീതളായിട്ട് ഇയാളെന്നൊന്നും പറയല്ലേ. സിദ്ധനാണ് അദ്ദേഹം. ഈ സിദ്ധനെ കണ്ട ഗർഭിണിയാവും നിനക്ക് ഉറപ്പുണ്ടോ? ആ, എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഇതൊക്കെ കുഴപ്പമില്ല. അയ്യോ, നമുക്ക് പോവാ.